Good morning to all. Once again, you are welcome to the class. Today, we can start a beautiful story about happy prince. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹാപ്പി പ്രിൻസിൻ്റെ ഒരു സ്റ്റോറി കേൾക്കാം. Okay, so all of you open your textbook and take page number 112. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് 112 പേജ് എടുക്കുക. So can we start? Yes. The Happy Prince. There was a prince in a faraway land who was always happy. When he died, the courtiers of the palace made the statue of Happy Prince and put it up high in the town. Now, read on. Okay, so first, the storyteller tells a background of the story. ഫസ്റ്റ് തന്നെ നമുക്ക് ആ കഥയുടെ എങ്ങനെയാണ് കഥ തുടങ്ങണേന്നുള്ളൊരു എങ്ങനെയാണ് തുടങ്ങണേന്നുള്ളൊരു കാര്യം പറഞ്ഞു തരാണ്. ഓക്കെ, so there was a prince in a faraway land who was always happy. So this is a story of a prince who was always happy in his whole life. ജീവിതത്തിൽ മുഴുവനും സന്തോഷിച്ചിരുന്ന ഒരു രാജകുമാരൻ്റെ കഥയാണിത്. When he died, the courtiers of the palace made the statue of Happy Prince and put it up high in the town. Okay, so as he was a normal human being, once he was died. So the members of the palace made a statue of the Happy Prince and they placed the statue on the topmost place of the town. ഒരു സാധാരണ മനുഷ്യനായത് കാരണം എന്തുണ്ടായി, നമ്മുടെ ഹാപ്പി പ്രിൻസ് ഒരു നാൾ മരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജകൊട്ടാരത്തിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി ആ രാജ്യത്ത്, അതായത് ഫാർവേ ലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് അത് പ്രതിഷ്ഠിച്ചു. ഓക്കെ, നൗ റീഡ് ഓൺ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. So you can listen to the text. High above the city, on the tall column, stood the statue of Happy Prince. He was glided all over with the thin leaves of fine gold. For eyes, he had two bright sapphire and a large red ruby glowed on the sword hilt. So when the story starts, കഥ ആരംഭിക്കുമ്പോൾ നമുക്ക് കാണാം, high above the city on the tall column stood the statue of Happy Prince. There we can see the statue of Happy Prince are standing on the topmost part of the faraway land. ഫാർവേ ലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ നിൽക്കുന്നത് ആണ് നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കാം. He was glided over with the thin leaves of fine gold, and he was shining because his body was full of thin leaves of fine gold. സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ഇലകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ. അത് കാരണം when the wind blows, എപ്പോഴാണോ കാറ്റൂതുന്നത്, so he was glided, that means he was shining. ആ കാറ്റൂതുന്ന സമയത്ത് ഈ ഇലകളൊക്കെ, സ്വർണത്തിൻ്റെ ഇലകളൊക്കെ ആടുമ്പോൾ he was shining. Okay, for eyes he had two bright sapphires and a large red ruby glowed on the sword hilt. And in the place of eyes, he had two bright sapphires. എന്താ പറയുന്നത്,
അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് 2 തിളങ്ങുന്ന സഫിയേഴ്സ് ആയിരുന്നു. സഫിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒരു രത്നമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവനും ചെറിയ ചെറിയ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇലകളാണ്. കണ്ണിൻ്റെ ഭാഗത്ത് തിളങ്ങുന്ന വിലയേറിയ രത്നങ്ങളാണ്. ആൻഡ് എ ലാർജ് റെഡ് റൂബി glowed on his sword hilt. ഇനി അദ്ദേഹം ഒരു വാള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണാം. ആ വാളിൻ്റെ പിടിയിൽ നമുക്ക് കാണാം ദർ വാസ് എ റൂബി. റൂബി എന്ന് പറഞ്ഞാലും അതും ഒരു തരത്തിലുള്ള രത്നമാണ്. ഓക്കെ, അതും അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ പിടിയിൽ നിന്ന് തിളങ്ങുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റാച്യു. അപ്പോൾ അത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്രതിമയായിരുന്നു. He was very much admired indeed. Be like the happy prince. He never cries for anything, said a mother to her little boy when he was crying for the moon. So, one day, a little boy was crying for the moon. ഒരു ദിവസം ഒരു കുഞ്ഞു കുട്ടി എനിക്ക് അമ്പിളിമാമനെ വേണം എന്ന് പറഞ്ഞിട്ട് കരയാണ്. സോ ദ മദർ സേസ് ടു ദ ലിറ്റിൽ ബോയ് ദാറ്റ് ബി ലൈക്ക് ഹാപ്പി പ്രിൻസ്. അപ്പോൾ ആ അമ്മ കുട്ടിയോട് പറയാണ്, ബി ലൈക്ക് ഹാപ്പി പ്രിൻസ്, നിനക്ക് ഹാപ്പി പ്രിൻസിൻ്റെ പോലെ ആയിക്കൂടെ. ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്. ആ ഹാപ്പി പ്രിൻസ് ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും കരയാറില്ല. ഓക്കെ, I am glad there is someone in the world who was quite happy, muttered a new disappointed man. Okay, so muttered means whispered. പിറുപിറുക്ക. ഒരു ജീവിതത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ പറയാണ്, ഐ ആം ഗ്ലാഡ് ദർ ഇസ് സം വൺ ഇൻ ദ വേൾഡ് ഹൂ ഈസ് ക്വൈറ്റ് ഹാപ്പി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഒരാൾ ഈ ലോകത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാണ്. ഓക്കെ, സോ ഓൾ ഓവർ ദ ഫാർവേ ലാൻഡ് എവ്രി വൺ സേസ് അബൌട്ട് ദ ലിറ്റിൽ ഹാപ്പി പ്രിൻസ്. ആ കുഞ്ഞ് ഹാപ്പി പ്രിൻസിനെ അല്ലെങ്കിൽ ഹാപ്പി പ്രിൻസിനെ കുറിച്ച് പറയാറുണ്ട്. I hope everybody understood this passage. So let's look at the question answers. So you have to, first of all, I will tell you, you have to write in your notebook about the happy prince. Happy prince ne ezhudanam, adile new words ezhudanam. Then after that, the question answers. Okay, so അത്രയ്ക്ക് എഴുതിയതിന് ശേഷം ഹാപ്പി പ്രിൻസിനെ എഴുതുക, അതിലറിയാത്ത വാക്കുകൾ എഴുതുക, അർത്ഥങ്ങൾ എഴുതുക, അതുപോലെ തന്നെ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക, ഉത്തരങ്ങൾ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ദ ലിറ്റിൽ സ്വാലോ എന്ന് എഴുതുക, അർത്ഥങ്ങൾ എഴുതുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക. അതുപോലെ നോട്ടുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകണം കേട്ടോ. എല്ലാത്തിൻ്റെയും നോട്ടുകൾ കംപ്ലീറ്റ് ആണെന്ന് ടീച്ചർ വിചാരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Why did the people admire the statue of Happy Prince? എന്താണ് എല്ലാ ആളുകളും, അതായത് ഫാർവേ ലാൻഡിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഹാപ്പി പ്രിൻസിനെ ആദരിച്ചിരുന്നത് അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്നത്? ഒരു കാര്യം പറഞ്ഞു, ഹി വാസ് ഓൾവേസ് ഡാഷ് എന്ന് പറഞ്ഞു. അത് കാരണം എല്ലാവർക്കും ബഹുമാനമായിരുന്നു അല്ലേ. അപ്പോൾ അത് കാര്യങ്ങൾ എഴുതുക. ഓക്കെ, pick out the sentence that shows people admiration for the happy prince. ഇതിൽ രണ്ട് ജനങ്ങൾ നമ്മുടെ ഹാപ്പി പ്രിൻസിനെ അഡ്മയർ ചെയ്യണത്, ഒരു 2 സെൻറ്റൻസുകളുണ്ട്, അത് ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ദ ലിറ്റിൽ സ്വാലോ. വാട്ട് ഈസ് മീനിങ് ഓഫ് ലിറ്റിൽ സ്വാലോ? ഒരു ചെറിയ കുരുവി. Get your textbook. One night there flew over the city a little swallow. His friends had gone away to Egypt to save themselves from the approaching winter. Okay, so there comes the second character. So the first character is Happy Prince and the second character is the little swallow. ആദ്യത്തെ കഥാപാത്രം ഇതിൽ നമ്മളുടെ ഹാപ്പി പ്രിൻസ് ആണ്, രണ്ടാമത്തത് ലിറ്റിൽ സ്വാലോ, അതായത് ആ ചെറിയ കുരുവി.
One night there flew over the city a little swallow. ഒരു ദിവസം എന്താണ് അവിടേക്ക് ഒരു ചെറിയ കുരുവി പറന്നു വരികയാണ്. His friends had gone away to Egypt to save themselves from the approaching winter. So all his friends went to Egypt. So why his friends went to Egypt? Something is coming, isn't it? What is that? Yes, winter season. Okay, so the winter season is coming very soon. Okay, so that is why all his friends escaped to Egypt. അപ്പോൾ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഞ്ഞുകാലമാണ് അല്ലേ. മഞ്ഞുകാലം വരുന്നത് കാരണം ഈ ലിറ്റിൽ സ്വാലോൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈജിപ്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ഈജിപ്തിലെ നല്ല സീസൺ ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, so he was late. Who? The little swallow. Okay. Where shall I stay? He asked himself. Then he saw the statue on the tall column. I will stay here, stay there, he cried. He alighted just between the feet of the happy prince. I have a golden bedroom, he said. When he put his head under his wing, a large drop of water fell on him. So he is asking, where shall I stay? അദ്ദേഹം ആ കുരുവി പറയാണ്, ഞാൻ എവിടെയാണൊന്ന് ഇരിക്കുക. അവൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുകയാണ്, അതായത് ആ കുരുവിയോട് തന്നെ ചോദിക്കുകയാണ്. Then he saw the statue on the tall column. അങ്ങനെ അദ്ദേഹം ആ കിളി ഇരിക്കാനുള്ള ഒരു സ്ഥലം നോക്കി കൊണ്ടുപോയപ്പോഴാണ് ഒരു വലിയൊരു സ്റ്റാച്യൂവിനെ കണ്ടത്, അതായത് ഒരു പ്രതിമേനെ കണ്ടത്. I will stay there. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ കിളി അതിൻ്റെ അടുത്തേക്ക് വന്നു. He alighted just between the feet of the happy prince. So this little swallow came down near the feet of the happy prince. ആ കിളി താഴ്ന്നു പറന്ന് ആ പ്രതിമയുടെ കാലിൻ്റെ അടുത്തായിട്ട്, രണ്ട് കാലുകളുടെ അടുത്തായിട്ട് വന്നിരിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, I have a golden bedroom, he said. So the little swallow says that I have a golden bedroom. Full of the statue of happy prince is made up of full gold, isn't it? നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ ശരീരം മുഴുവനും ഗോൾഡാണ് അല്ലേ. അപ്പോൾ പറയണ I have a golden bedroom. എനിക്ക് എന്താണ്, ഒരു സ്വർണം കൊണ്ടുള്ള ഒരു ബെഡ്റൂമാണെന്ന് എനിക്ക് കിട്ടിയേക്കുന്നത്. When he put his head under his wing, a large drop of water fell on him. So the little swallow was so tired. So he is going to sleep. So he put his head under his wing. ഈ കിളി, അതായത് ഈ കുരുവി വളരെയധികം എന്താണ്, ക്ഷീണിതനാണ്. ഓക്കെ, സോ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ ചിറകിൻ്റെ ഉള്ളിലേക്ക് അത് തല വെച്ചപ്പോൾ എന്തുണ്ടായി? A large drop of water fell on him. ഒരു വലിയ വെള്ളത്തിൻ്റെ തുള്ളി തലയിലേക്ക് വീണു. What a curious thing, he cried. There is not a single cloud in the sky. The stars are quite clear and bright, and yet it is raining. So he was surprised. What a curious thing. എന്തൊരു അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണിത്. He cried. That means he said, there is not a single cloud in the sky. Look at the sky. The sky is so clear. Okay. There is no a cloud is there. എന്താണ്, എന്തൊരു പ്രശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്തൊരു തെളിഞ്ഞ ആകാശമാണ്. ഒരൊറ്റ മഴമേഘങ്ങൾ പോലുമില്ല. The stars are quite clear and bright. എല്ലാ നക്ഷത്രങ്ങളും വളരെ തെളിമയുള്ളതും തിളങ്ങുന്നതുമാണ്. And yet it is raining. അപ്പോൾ ഒരു സൂചനയില്ല, മഴ വരുന്നതിൻ്റെ ഒരു സൂചനയില്ല. And yet it is raining. എന്നിട്ട് മഴ പെയ്യാണോ? Then another drop fell.
അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, വീണ്ടും ഒരു തുള്ളി കൂടെ അവൻ്റെ തലയിൽ പതിച്ചു. I must look for one. I must look for another place, he said, and was about to fly away. But before he had opened his wings, a third drop fell, and he looked up and saw, ah. Okay. So what happened? It's not raining. He was saying that it's not raining. മഴയൊന്നും പെയ്യുന്നില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് വെച്ചിട്ട് നിൽക്കുമ്പോൾ what happened? The another drop of water fell on his head. അവൻ്റെ തലയിലേക്ക് അടുത്ത വെള്ളത്തിൻ്റെ തുള്ളി വീണു. I must look for another place, he said, and was about to fly away. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മേത്താകെ വെള്ളം വീഴുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് പുതിയൊരു സ്ഥലം കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ട് അവൻ അവിടുന്ന് പറക്കാനായിട്ട് തുടങ്ങുകയാണ്. ബട്ട് ബിഫോർ ഹി ഹാഡ് ഓപ്പൺ ഹിസ് വിങ്സ്, അവൻ ആ ചിറകുകൾ വിടർത്താനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് തേർഡ് ഡ്രോപ്പ് ഫെൽ ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ്. എന്തുണ്ടായി? മൂന്നാമത്തെ വെള്ളത്തിൻ്റെ തുള്ളിയും അവൻ്റെ മേത്തേക്ക് വീണു. ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ്. അപ്പോൾ മുകളിൽ നിന്നാണ് വീണേന്നുള്ളത് അവന് മനസ്സിലായി. അപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. സോ അവൻ എന്തോ കണ്ടു. അവന് അതിശയാവാണ്. ഓക്കെ, സോ we can look at what he saw. Can you guess what is it? Okay, there are some answers, isn't it? So before looking what is it, just go through the question answers. നമുക്ക് എന്താണ് അവൻ കണ്ടത് എന്ന് നോക്കണേക്കാളും മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ഒന്ന് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഹാവ് യു സീൻ ബേർഡ് മേക്കിംഗ് നെസ്റ്റ്? വേർ ഡു ദേ നെസ്റ്റ്? നിങ്ങൾ കിളികൾ കൂട് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ? So your answer will be yes or no. Where do they nest? ആ കിളികൾ എവിടെയാണ് കൂട് കൂട്ടാറ്? Okay, it's very simple ആണ്. So you can answer it. Fourth question, why did the swallow decide to stay between the feet of the statue? എന്തുകൊണ്ടാണ് നമ്മുടെ ലിറ്റിൽ സ്വാലോ ആ കാലുകൾക്കിടയിലുള്ള സ്ഥലം തിരഞ്ഞെടുത്തത്? അവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റിൻ്റെ ഇടയിലുള്ള സ്പേസ് സെലക്ട് ചെയ്യാനായിട്ട് കാരണം? ഓക്കെ, there were no clouds in the sky. Then from where did the drops of water come? മഴയൊന്നുമില്ല, മഴ വരാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ എവിടെ നിന്നായിരിക്കാം മഴത്തുള്ളികൾ വന്നിട്ടുണ്ടാവുക? So you can write your own opinion, അഭിപ്രായങ്ങൾ എഴുതാട്ടോ. So just turn your page and take page number 114. The tears. Tears, what is the meaning of tears? Tears means kannunir. Okay. The eyes of the happy prince were filled with tears, and tears were running down his golden cheeks. His face was so beautiful in the moonlight that the little swallow was filled with pity. So, when the little swallow looked up, he saw that the eyes of the happy prince were filled with tears. ആ കുരുവി മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ആ സ്റ്റാച്യൂൻ്റെ കണ്ണുകളിൽ നിറച്ചും കണ്ണുനീരാണ്. And the tears were running down his golden cheeks. സ്വർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ സ്വർണ്ണ കൊണ്ടുള്ള ആ കവിൾ തടങ്ങളിലൂടെ ഈ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങാണ്. His face was so beautiful in the moonlight that the little swallow was filled with pity. അപ്പം നല്ല തെളിഞ്ഞ ആകാശമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം നല്ല നിലാവുണ്ട്. ആ നിലാവിൽ നല്ല വെളിച്ചത്തിൽ നമ്മുടെ ലിറ്റിൽ സ്വാലോ കുഞ്ഞു കുരുവി കണ്ടു. എന്താണ്? അവൻ്റെ കണ്ണുകളിൽ നിന്നാണ് ഈ വെള്ളം, അതായത് കണ്ണുനീര് വരുന്നത്. സോ ഹി വാസ് ഫിൽഡ് വിത്ത് പിറ്റി. അവന് വളരെയധികം സിമ്പതി തോന്നി, ദയ തോന്നി. സോ ദ ലിറ്റിൽ സ്വാലോ ഇസ് ആസ്കിങ്, ഹൂ ആർ യു? ഹി ആസ്ക്ഡ്. അപ്പോൾ ലിറ്റിൽ സ്വാലോ ചോദിക്കുകയാണ്, നീ ആരാ?
So the statue is replying, okay, I am the happy prince. ഇപ്പോൾ ലിറ്റിൽ ഹാപ്പി പ്രിൻസ് പറയാണ്, ഐ ആം ദ ഹാപ്പി പ്രിൻസ്, ഞാനാണ് ഹാപ്പി പ്രിൻസ്. ഓക്കെ, വൈ ആർ യു വീപ്പിംഗ് ദെൻ ആസ്ക്ഡ് ദ സ്വാലോ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ സ്വാലോ, കുഞ്ഞു കുരുവി ചോദിക്കുകയാണ്, വൈ ആർ യു വീപ്പിംഗ് ദെൻ, എന്തിനാണ്, വൈ ആർ യു ക്രൈങ്, ഓക്കെ, നീ എന്തിനാണ് കരയുന്നത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ ആൻസർ. When I was alive, I did not know what tears were. I lived in the palace. Sorrow was not allowed to enter there. Everything about me was so beautiful. My courtiers called me the happy prince, and the happy indeed it was if pleasure be happiness. അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് ശ്രവിക്കാം. ഓക്കെ, when I was alive, I did not know what tears were. alive എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് കണ്ണുനീരെന്ന്. ബിക്കോസ് ഐ ലിവ്ഡ് ഇൻ ദ പാലസ്, ഞാൻ രാജകൊട്ടാരത്തിലാണ് ജീവിച്ചത്. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദർ. എന്താണ് ഈ സങ്കടം അല്ലെങ്കിൽ ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ലായിരുന്നു. ദാറ്റ് മീൻസ് ദ പാലസ് വാസ് സോ ഹാപ്പി. ഓക്കെ, പാലസ് അല്ല, ആ പാലസിലുള്ള എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എവ്രിതിങ് എബൌട്ട് മീ വാസ് സോ ബ്യൂട്ടിഫുൾ. രാജകൊട്ടാരാണ് അല്ലേ, ഒന്നിനും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയുള്ളതായിരുന്നു, എല്ലാതും പൂർണ്ണമായിരുന്നു. My courtiers called me happy prince, and happy indeed I was if pleasure be happiness. ഇനി ആ രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും എന്നെ ഹാപ്പി പ്രിൻസ് എന്നാണ് വിളിക്കാറ്. ബിക്കോസ് ഐ വാസ് ഓൾവേസ് ഹാപ്പി, ഞാൻ എപ്പോഴും വളരെയധികം സന്തോഷവാനായിരുന്ന കാരണം എന്നെ ആ രാജകൊട്ടാരത്തിലുള്ള ആൾക്കാർ എപ്പോഴും ഹാപ്പി പ്രിൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് മൈ പാലസ് വാസ് a place with full of happiness. ഇനി എൻ്റെ രാജകൊട്ടാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാപ്പിനെസ്, അതായത് സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. സോ ഐ ലിവ്ഡ് ആൻഡ് സോ ഐ ഡൈഡ്, ആൻഡ് നൗ ദാറ്റ് ഐ ആം ഡെഡ് they have set up me up here high. I can see all the ugliness and the misery of my city. And though my heart is made of lead, I cannot but weep. ഇവിടെ എന്താ പറയണത്, സോ ഐ ലിവ്ഡ് സോ ഐ ഡൈഡ്, ഞാൻ ജീവിച്ചു, ഞാനങ്ങനെ മരിച്ചു. ആൻഡ് നൗ ദാറ്റ് ഐ ആം ഡെഡ് ദേ ഹാവ് സെറ്റ് മീ അപ്പ് ഹിയർ ഹൈ. ഞാൻ മരിച്ചത് കാരണം എൻ്റെ രാജകൊട്ടാരത്തിലുള്ള ആളുകൾ എൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് എന്താണ് ആ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് എന്നെ പ്രതിഷ്ഠിച്ചു. ഐ ക്യാൻ സീ ഓൾ ദ ugliness and the misery of my city, and though my heart is made of lead, I cannot but weep. I can see all the ugliness. ഇവിടെ ഞാൻ ഏറ്റവും ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ. സോ വെൻ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ഐ ക്യാൻ സി ഓൾ ദ അഗ്ലിനെസ് ഓർ ദ ബാഡ് തിങ്സ്. അതായത് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ രാജ്യത്ത് നടക്കുന്ന എല്ലാ ചീത്ത കാര്യങ്ങളും വൈരൂപ്യങ്ങളും എനിക്ക് കാണാനായിട്ട് കഴിയും. അതായത് ദുഃഖം നിറഞ്ഞ കാര്യങ്ങളും മഹാദുരിതങ്ങളും എല്ലാം എനിക്കിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. ആൻഡ് ദോ മൈ ഹാർട്ട് ഈസ് മെയ്ഡ് ഓഫ് ലെഡ്. എൻ്റെ ഹാർട്ട് എങ്ങനെയാണ്, എൻ്റെ ഹൃദയം ലെഡ് കൊണ്ടുണ്ടാക്കിയതാണ്, ഈയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഐ കനോട്ട് ബട്ട് വീപ്പ്. എന്താ പറയുന്നത്, എൻ്റെ ഹൃദയം എന്താണ് ഈയം കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കരയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. ദാറ്റ് ഈസ് വൈ ഐ ആം ക്രൈങ് നൗ. ഓക്കെ, എൻ്റെ ഹൃദയമൊക്കെയും ഈയം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, അതായത് സോ ഹാർഡാണ് അല്ലേ, ഇതുകൊണ്ടുണ്ടാക്കിയതാണെങ്കിലും എനിക്ക് ഈ വിഷമതകളും ദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ കരയാതിരിക്കാനായിട്ട് ആകുന്നില്ല. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ്?
Just look at the question answers. Why was the prince not aware of tears when he was alive? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് കണ്ണുനീര് എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? വാട്ട് മെയ്ഡ് ദ ഹാപ്പി പ്രിൻസ് സാഡ്? എന്താണ് നമ്മുടെ ഹാപ്പി പ്രിൻസിന് സങ്കടം വരാനുള്ള കാര്യം? ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. So can we move to the next? That is the request. What is the meaning of request? Request means abhyarthana. Okay. Far away, continued the statue in a low musical voice. Far away, in a little street, there is a poor house. One of the windows is open, and through it I can see a woman seated at the table. She is so tired. In a bed in the corner of the room, her little boy is lying ill. He has a fever and is asking for oranges. His mother has nothing to give him but river water, so he is crying. So now he is explaining what he is seeing in the faraway land. അപ്പോൾ നമ്മുടെ ഈ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കുരുവിയോട്, ലിറ്റിൽ സ്വാലോനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ കാഴ്ചകളാണ് അദ്ദേഹം അവിടെ നിന്ന് കാണുന്നത്. So far away, continued the statue in a low musical voice. ഒരു ഈണത്തിലുള്ള ഒരു പാട്ടിൻ്റെ രൂപേണയാണ് നമ്മുടെ ഹാപ്പി പ്രിൻസ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, far away, far away in a little street, there is a poor house. കുറേ ദൂരെ എനിക്ക് ഒരു പാവപ്പെട്ട വീട് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. One of the windows is open. ആ വീടിൻ്റെ ഒരു ജനവാതിൽ തുറന്നിട്ടുണ്ട്. And through it I can see a woman seated at the table. ഞാൻ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് കാണാം ഒരു ടേബിളിൽ, ഒരു മേശമേൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. He is so tired. She is so tired. അവളെങ്ങനെയാണ്? വളരെയധികം ക്ഷീണിതയാണ്. In a bed in the corner of the room, her little boy is lying ill. അപ്പോൾ അവൾക്ക് തൊട്ടടുത്തായിട്ട് ഒരു ബെഡിൽ, ഒരു കിടക്കയിൽ, ഒരു മൂല, ആ റൂമിൻ്റെ ഒരു മൂലയിൽ, ഒരു കിടക്കയിൽ ഒരു ചെറിയ കുട്ടി വയ്യാതെയായിട്ട് കിടക്കുന്നുണ്ട്. He has fever. എന്താണ് അവൻ്റെ അസുഖം? അവന് പനിയാണ്. And he is asking for oranges. പനിയാണ്, അപ്പോൾ അവന് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് കരയാണവൻ. ഓക്കെ, ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് റിവർ വാട്ടർ, സോ ഹീ ഈസ് ക്രൈങ്. ആ വീട്ടിലാണെങ്കിലോ വാസ് ബിലോങ്സ് ടു എ പുവർ ഫാമിലി, അല്ലേ? ഒരു പാവപ്പെട്ട വീടാണ്. അപ്പോൾ അവിടെ അവൻ ഓറഞ്ച് ചോദിച്ചാലും അവൻ്റെ അമ്മയ്ക്ക് ഒന്നും തന്നെ കൊടുക്കാനായിട്ടില്ല. സോ ദ മദർ ഈസ് ഓൺലി ഗീവിങ് ദ റിവർ വാട്ടർ. നദിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുള്ള വെള്ളം മാത്രമാണ് അവൻ്റെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. സോ ഹി വാസ് ക്രൈങ്. So he was so hungry and he wants oranges. ആ കുട്ടിക്ക് എന്ത് വേണം? ഓറഞ്ചസും വേണം, അതുപോലെ തന്നെ വിശക്കുന്നുണ്ട്. അത് കാരണമാണ് അവൻ കരയുന്നത്. Swallow, swallow, little swallow, will you not bring her the ruby out of my sword hilt? So the happy prince is requesting the little swallow that, can you pluck out the ruby from my sword hilt and can you give to that little boy? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ലിറ്റിൽ സ്വാലോ, കുരുവി, വിൽ യു നോട്ട് ബ്രിങ്, എന്താ ചെയ്യേണ്ടത്? എൻ്റെ വാളിൻ്റെ പിടിയിന്മേൽ നല്ലൊരു റൂബി ഉണ്ട്, അല്ലേ? റൂബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം രത്നമാണ്. ആ റൂബി എടുത്തിട്ട് ആ കുട്ടിക്ക് ഒന്ന് കൊടുക്കാമോ? I am waited for in Egypt, said the swallow. Okay, അപ്പോൾ ലിറ്റിൽ സ്വാലോ പറയാണ് എന്ത്?
I am waited for in Egypt. My friends are waiting for me in Egypt. എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ ഈജിപ്തിൽ കാത്തിരിക്കുകയാണ്. ഓക്കെ, my friends are flying up and down the Nile. ഓക്കെ, നമ്മുടെ നൈൽ നദിയുടെ മുകളിൽ കൂടെയാണ് എൻ്റെ കുട്ടികളിപ്പോൾ പറന്ന് പോകുന്നത്. So again, the happy prince is requesting, "Swallow, swallow, little swallow," said the prince, "will you not stay with me for one night and be my messenger? The boy is so thirsty and the mother is so sad." അപ്പോൾ ഈ നമ്മുടെ ഹാപ്പി പ്രിൻസ് ചോദിക്കുകയാണ്, സ്വാലോ സ്വാലോ ലിറ്റിൽ ചെറിയ കുരുവി ചെറിയ കുരുവി, can you stay with me for one night and be my messenger? ഒരു രാത്രിയെങ്കിലും നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കാമോ, എന്നിട്ട് എൻ്റെ സന്ദേശം കൊണ്ടുപോകുന്ന ആളായി മാറാമോ? The boy is so thirsty and the mother is so sad. ഇവിടെ നോക്കൂ, ആ കുട്ടി ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഇനി അവൻ്റെ അമ്മയാകട്ടെ വളരെയധികം വിഷമത്തിലുമാണ്. ഓക്കെ, I don't think I like boys, answered the swallow. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുരുവി പറയാണ്, I don't think I like boys. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമാണെന്ന്. So he is explaining why he hate boys. എന്നിട്ട് പറയാണ്, കാരണം പറയാണ് കേട്ടോ. Last summer when I was staying on the riverside, there was two rude boys who always threw stones at me. They never hit me. Of course, we swallows fly far too well for that. ഇവിടെ കുരുവി പറയാണ്, I don't think I like boys. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമാണെന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് സമ്മർ, കഴിഞ്ഞ വേനൽക്കാലത്ത്, when I was staying on the riverside, ഞാൻ എന്താണ് ഒരു നദിക്കരയിൽ ഇരിക്കുകയായിരുന്നു. So there were two rude boys. അപ്പോൾ ദുഷ്ടരായിട്ടുള്ള വികൃതികളായിട്ടുള്ള രണ്ട് കുട്ടികൾ always threw stones at me. എന്താണ്, ഞാൻ ആ നദിക്കരയിൽ ഇരിക്കുമ്പോൾ രണ്ട് കുറുമ്പന്മാരായിട്ടുള്ള ആൺകുട്ടികൾ എൻ്റെ നേരെ കല്ലെറിയുമായിരുന്നു. They never hit me, of course. ഒരു കാര്യമുണ്ട്, അതെൻ്റെ മേത്തൊന്നും കൊണ്ടില്ല. ഇനി എന്താ കാരണം? We swallows fly far too well for that. ഞങ്ങൾ വേഗം, അതായത് ഞങ്ങളുടെ മേത്ത് കല്ല് കൊള്ളാതെ ഒഴിഞ്ഞു മാറാനായിട്ട് ഞങ്ങൾ കുരുവികൾക്ക് നല്ല മിടുക്കരാണ്. ഞങ്ങൾ കുരുവികൾക്ക് നല്ല കഴിവാണെന്ന്. ഓക്കെ, so have you understood? Okay, so can we move to the question answers? Okay, 8th question. Why was the boy crying? എന്തുകൊണ്ടാണ് ആ കുട്ടി കരയുന്നത്, ആൺകുട്ടി കരയുന്നത്? So simple. 9th question. Why was the swallow not ready to help the woman at first? ആദ്യം നമ്മുടെ ഹാപ്പി പ്രിൻസ് ആ അമ്മേനെ സഹായിക്കണമെന്ന് പറയുമ്പോൾ റെഡി ആകുന്നില്ല. എന്താണ് അതിന് കാരണം? 10th question. Why do some children throw stones at animals and birds? എന്തുകൊണ്ടാണ് ചില കുട്ടികൾ മൃഗങ്ങളുടെ മേത്തേക്കും പക്ഷികളുടെ മേത്തേക്കും ഒക്കെ കല്ലുകൾ എറിയുന്നത്? Have you ever prevented them? നിങ്ങൾ എപ്പോഴെങ്കിലും അവരോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? Okay, so all the questions are so simple and it was so interesting, isn't it? The story was so interesting. Okay, so with this I am winding up today's class, so we can meet at the next class. So before winding up the class, I will again and again I'm telling you have to read the textbook very well. Okay, നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. ടീച്ചർ എപ്പോഴും പറയുന്നു ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, എങ്കിൽ മാത്രമാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Okay, so with this I am winding up today's class. So thank you children.